നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 8/5/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയ ആ കാലം മുതൽ നമ്മൾ കൃത്യമായിട്ട് തന്നെയാണ് എല്ലാ വീഡിയോകളും ചെയ്യുന്നത്. ഇന്നേ വരെയും റബ്ബർ വിലകൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ താമസിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വിജയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലമ്പൂർ ഭാഗത്ത് 3-4 മഴകൾ കിട്ടി എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്നാൽ കാഞ്ഞങ്ങാട് മഴ കിട്ടിയില്ലെന്നാണ് ഒരാൾ കമൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിൽ കാഞ്ഞങ്ങാട് മാത്രമേ ഇനി മഴ പെയ്യാനുണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പെയ്തു. കൊല്ലം ജില്ലയിൽ ഇന്നലെ 1.5 മണിക്കൂറിൽ കൂടുതൽ ശക്തമായ മഴ പെയ്തതിന് ശേഷം രാത്രി ഒരു 12 മണി വരെയും ചാറ്റൽ മഴയായിരുന്നു. അതായത് മഴ തുടങ്ങിയത് വൈകുന്നേരം 6 മണിക്കായിരുന്നു. അതിനുശേഷം ശക്തമായ മഴ കഴിഞ്ഞിട്ട് ചെറിയ ചാറ്റൽ മഴ പെയ്തു. അപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് വളരെയേറെ മഴകളാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ മെനഞ്ഞാന്നും എല്ലാം മഴയായിരുന്നു. അപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് പോലും ഇന്നലെ രാവിലെ ടാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. മരങ്ങളെല്ലാം നനഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ശക്തിയായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാലവർഷം നേരത്തെ എത്തുമെന്നാണ് അറിവ്. നമുക്ക് സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കർഷകർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. വില വീണ്ടും കുതിച്ച് കയറിയിരിക്കുകയാണ്. കേരളത്തിലും വില കുതിച്ച് കയറി, കർണാടകത്തിലും വില കുതിച്ച് കയറി. വിദേശ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 300 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വൻ കുതിച്ചുകയറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചട്ടക്കറയ്ക്കും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ വളരെയേറെ സന്തോഷം തന്നെ എല്ലാവർക്കും. ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 253 രൂപ. RSS 5 1 കിലോയ്ക്ക് 249 രൂപ. ISNA 20 1 കിലോയ്ക്ക് 209 രൂപ. ലാറ്റക്സ് 60% 161 രൂപ 70 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 253 രൂപ. RSS 5 1 കിലോയ്ക്ക് 249 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 246 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 208 രൂപ മുതൽ 213 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാൽ 1 കിലോയ്ക്ക് 155 രൂപ. 60% DRC ഒട്ടുപാൽ 1 കിലോയ്ക്ക് 116 രൂപ 25 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3 1 കിലോയ്ക്ക് 248 രൂപ 50 പൈസ. RSS 4 1 കിലോയ്ക്ക് 248 രൂപ. RSS 5 1 കിലോയ്ക്ക് 243 രൂപ. ലോട്ടിന് 1 കിലോയ്ക്ക് 213 രൂപ. ഒട്ടുപാൽ 151 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 287 രൂപ 43 പൈസ. RSS 2 1 കിലോയ്ക്ക് 285 രൂപ 67 പൈസ. RSS 3 1 കിലോയ്ക്ക് 284 രൂപ 5 പൈസ. RSS 4 1 കിലോയ്ക്ക് 283 രൂപ 17 പൈസ. RSS 5 1 കിലോയ്ക്ക് 282 രൂപ 73 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 220 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 11,000 രൂപ. 30% DRC ഉള്ളതിന് 13,200 രൂപ. 35% DRC ഉള്ളതിന് 15,400 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 245 രൂപ. RSS 5 1 കിലോയ്ക്ക് 241 രൂപ. ISS 1 കിലോയ്ക്ക് 202 രൂപ മുതൽ 202 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 137 രൂപ മുതൽ 150 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 ISNA 20 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ വിലയിലും ലോട്ടിൻ്റെ വിലയിലും 1 കിലോയ്ക്ക് 3 രൂപയുടെ വർധനവുണ്ട്. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 ISS ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കർണാടക വില നോക്കിക്കഴിഞ്ഞാൽ RSS 3 4 5 ലോട്ട് ഒട്ടുപാൽ എന്നിവയ്ക്കെല്ലാം ഓരോ കിലോയ്ക്ക് 1 രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത്. റബ്ബർ വില വിദേശത്ത് 300 വരെ പോകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലും റബ്ബർ വില കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്നും ടാപ്പിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മഴക്കാലം വരികയാണ്. അപ്പോൾ മഴക്കാലം ആയി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ റബ്ബർ ഷീറ്റിന് ക്ഷാമം തന്നെ ആയിരിക്കും. കാരണം ഇനി കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും ആൾക്കാർ ഈ വർഷം ഷേഡും പ്ലാസ്റ്റിക് ഇടാൻ സാധ്യത കുറവാണ്. കാരണം ഷേഡിനും പ്ലാസ്റ്റിക്കിനും ഈ പശയ്ക്കൊക്കെ ഒരുപാട് വിലകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും മടിക്കും. ഇപ്പോൾ തന്നെ തോട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടുകൾ കയറി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കാട് എടുക്കുകയോ പ്ലാസ്റ്റിക് ഇടുകയോ എന്താണ് കർഷകർ ചെയ്യുന്നത്? ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കർഷകർ. വിലയും കൂടിയിരിക്കുകയാണ്. ടാപ്പിംഗ് തുടങ്ങാനായിട്ടും പറ്റുന്നില്ല. മൊത്തത്തിൽ ഒരു ടെൻഷനായിട്ടിരിക്കുകയാണ് കർഷകർ. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം റബ്ബറിന് വില കൂടി നിൽക്കുന്നത് കൊണ്ട് എത്ര പ്ലാസ്റ്റിക്കിന് വിലയാണെന്ന് പറഞ്ഞാലും കൂടുതൽ ആൾക്കാർ ഈ വർഷം പ്ലാസ്റ്റിക് ഇടാൻ സാധ്യതയുണ്ട്. ഈ വർഷം പ്ലാസ്റ്റിക് ഇടുന്നതിന് ജോലിക്കൂലി കൂടാനുമുള്ള സാധ്യതയുണ്ട്. എല്ലാ വർഷവും നിരക്ക് കൂടുന്നുണ്ട്. ഈ വർഷം എന്തായാലും കൂട്ടണ്ടെന്ന് ആരും വിചാരിക്കില്ല. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. വെളിച്ചെണ്ണ തയ്യാർ 257 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 262 രൂപ.
കൊപ്ര എടുത്തപടി 150 രൂപ, പിണ്ണാക്ക് എസ്പെല്ലർ 37 രൂപ, റോട്ടറി 40 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 698 രൂപ, കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് 688 രൂപ, കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 718 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സെല 155 രൂപ, അടയ്ക്ക 390 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക തൊണ്ടൻ 300 രൂപ, തൊണ്ടില്ലാതെ പുതിയത് 580 രൂപ മുതൽ 620 രൂപ, സെക്കൻഡ് 200 രൂപ, ജാതിപത്രി ചുവപ്പ് 1500 രൂപ, ചുവപ്പ് സെക്കൻഡ് 500 രൂപ, മഞ്ഞ 1500 രൂപ, ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെ, ഫ്ലവർ മഞ്ഞ 2100 രൂപ മുതൽ 2200 രൂപ വരെ, ഗ്രാമ്പു 810 രൂപ, നാടൻ 920 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 35 രൂപ, പച്ച 33 രൂപ, പഴം 32 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,000 രൂപ, ഉണ്ടച്ചക്ക 54 കിലോ 10,800 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചക്ക 60 കിലോ 3,800 രൂപ, ഏലം ഉണക്ക കിലോ 2,450 രൂപ മുതൽ 2,900 വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 3,000 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ മറ്റൊരു നേരം എല്ലാവർക്കും എൻ്റെ നന്ദി.